സോറി, ഞാനിതാ എത്തിപ്പോയി. സഹൃദയരെ നമസ്കാരം. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് മതേതരമായി ചിന്തിക്കുന്ന ആൾക്കാരുടെ വോട്ട് മാത്രം മതി, ഞങ്ങൾക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ഒരു നിലപാട്. അതെ അതെ, എന്തതെ വെറുതെ വരാതെ. അതോ വർഗീയവാദികളുടെ വോട്ട് കൂടി ഞങ്ങൾ വേണ്ട എന്ന് പറയുകയില്ല, അവർ വോട്ട് ചെയ്താൽ അത് ഞങ്ങൾ സ്വീകരിക്കാം, പക്ഷെ ഞങ്ങൾ അപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ അത് ഇരട്ടത്താപ്പെന്നല്ലേ അതിന് പറയുന്നത്? അയ്യോ, അത് വെറും തോന്നല. പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. അപ്പൊ അങ്ങനെയുള്ള വർഗീയവാദികളുടെ കൂടി വോട്ട് പ്രാദേശിക അടിസ്ഥാനത്തിലാണെങ്കിലും വാങ്ങിയതിനു ശേഷമാണ് ഞങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ് എന്ന് പറയുന്നത് തന്നെ എന്തൊരു വൈരുദ്ധ്യമാണ് എന്ന് ശ്രീ റജി ഒന്ന് ആലോചിച്ച് നോക്കുക. എടോ, ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. തന്നെ കൊണ്ടൊരു വഴിക്കിറങ്ങി എന്നെ വേണം തല്ലാൻ. രണ്ട്, കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ് എന്ന് പറയുമ്പോൾ മതേതരമായി ചിന്തിക്കുന്ന ആൾക്കാരെ തന്നെ ഒപ്പം കൂട്ടുക. ഇപ്പൊ മുസ്ലിം ലീഗിനെ പറ്റി തന്നെ വലിയൊരു ആക്ഷേപമുണ്ട് പണ്ട് കാലം മുതൽ തന്നെ. കാരണം പേരിൽ തന്നെ ഒരു മതത്തിന്റെ പേരുള്ള ഒരു പാർട്ടിയാണല്ലോ. അവരുടെ പ്രാതിനിധ്യത്തിലെല്ലാം തന്നെ പ്രഡോമിനന്റ്ലി അല്ലെങ്കിൽ മെജോറിറ്റി എന്ന് പറയുന്നത്, ബൾക്ക് മെജോറിറ്റി എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണല്ലോ. അപ്പൊ അവിടെ എവിടെയാണ് സെക്യുലറിസം എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. പക്ഷേ ഈ മറ്റു പല മതസംഘടനകളുമായി താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് മുസ്ലിം ലീഗ് കൂടുതൽ സെക്യുലർ ആണ് എന്നുള്ളത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വെൽഫെയർ പാർട്ടിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്താണ്? മതരാഷ്ട്ര സ്ഥാപനം എന്നൊരു കാര്യം മുസ്ലിം ലീഗിനില്ല. പക്ഷേ മതരാഷ്ട്ര സ്ഥാപനം എന്നൊരു കാര്യം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് ഏത് രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ടോ അവിടെ എല്ലാമുള്ള ഒരു അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പാർട്ടിയാണ് ഇന്ത്യയിൽ വെൽഫെയർ പാർട്ടി. അവരുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന മൂല്യങ്ങൾ, മതരാഷ്ട്ര സ്ഥാപനം, മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അവർക്ക് ഇന്ത്യക്ക് മാത്രമായിട്ട് മറ്റൊരു തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു സെക്യുലർ ഫോം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല എന്നുള്ളത് നമ്മുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അനുഭവമാണ്, രാഷ്ട്രീയ പരിചയമാണ്. സാർ ഉദ്ദേശിച്ച കാര്യമാണെങ്കിൽ അത് തീരെ അപ്രധാനമായ കാര്യമാണ്. പ്രാദേശികമായിട്ട് നമുക്ക് കുറച്ച് വർഗീയതയൊക്കെ പറയാം, പക്ഷേ ദേശീയ തലത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ സെക്യുലർ ആയിട്ട് നിൽക്കണം എന്നുള്ള ഒരു അഭിപ്രായത്തിന് എന്താണ് പ്രസക്തി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് പ്രസക്തി എന്ന് ഇന്ത്യയിൽ എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ അപ്പോൾ പ്രാദേശിക തലത്തിലാകാമെങ്കിൽ ദേശീയ തലത്തിൽ എന്തുകൊണ്ടായിക്കൂടാ എന്നൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ പ്രാദേശിക തലത്തിലേക്ക് വെൽഫെയർ പാർട്ടിക്ക് വേറൊരു പോളിസി ഉണ്ടോ? പ്രാദേശിക തലത്തിൽ നമുക്ക് മതരാഷ്ട്ര സ്ഥാപനം വേണ്ട, ദേശീയ തലത്തിൽ മതി, അതുകൊണ്ട് പ്രാദേശിക തലത്തിൽ ഞങ്ങൾ വെൽഫെയർ പാർട്ടിയോട് ചേരും, ദേശീയ തലത്തിൽ പറ്റില്ല, അങ്ങനെ ഒരു പോളിസി ഉണ്ടോ? കള്ളന് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് അറിയാം, കള്ളന്റെ തന്തയ്ക്ക് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. 1929 ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വി ഷാൽ ഹാവ് നോ ട്രക്ക് വിത്ത് കമ്മ്യൂണലിസം ഇൻ എനി ഷേപ്പ് ഓർ ഫോം. ഏത് ഷേപ്പിലാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും കമ്മ്യൂണലിസം അഥവാ വർഗീയതയോട് നമ്മൾ ഒരു തരത്തിലും ഒരു കാലത്തും സന്ധി ചെയ്യില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ നിലപാടായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. എല്ലാം കയ്യിൽ പോവുക. എനി അറ്റംപ്റ്റ് ടു കോംപ്രമൈസ് വിത്ത് ഇറ്റ് ഈസ് ഫേറ്റൽ ടു അവർ ഫ്യൂച്ചർ. നമ്മൾ ഏതെങ്കിലും തരത്തിൽ അതിനോട് സന്ധി ചെയ്യാൻ പോയാൽ, ഏതെങ്കിലും തരത്തിൽ അങ്ങനെ നമ്മൾ സന്ധി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഭാവിക്ക് വലിയ ദോഷം ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ്. തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിലത് കാണണം. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞു, പ്രാദേശിക അടിസ്ഥാനത്തിൽ വർഗീയത പറയുന്ന ആൾക്കാരോട്, മതരാഷ്ട്ര സ്ഥാപനം ആവശ്യപ്പെടുന്ന ആൾക്കാരോട് നമുക്ക് ചെന്ന് തോളിൽ കൈയിടാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. എല്ലാത്തിനും കാരണം നീയാ. ഇത് നൂരാനുള്ള മാർഗം കൂടി ആലോചിക്കും. അപ്പോൾ നിങ്ങൾ ദേശീയതയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആത്യന്തികമായിട്ട് ഒരു വർഗീയവാദിയാണ്, അതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെങ്കിൽ അത് ദേശീയതയ്ക്ക് വിരുദ്ധമാണെന്നാണ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എന്തോന്ന് സ്വന്തം കാര്യം നോക്കി ജീവിക്കണം. വെരി ഗുഡ്.